നന്ദ്യാട്ടുകുന്നം SNV സംസ്കൃത സ്കൂളിൽ SSLC പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഫോക്കസ് പോയിന്റ് നടത്തി. SSLCക്ക് ശേഷം പോകേണ്ട കോഴ്സുകൾ, കരിയർ സാധ്യതകൾ, +1 ഏകജാലക പ്രവേശനം നേടേണ്ടതിനുള്ള മാർഗനിർദ്ദേശക ക്ലാസ് ഇവയാണ് ഫോക്കസ് പോയിന്റിന്റെ പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഫോക്കസ് പോയിന്റ് 2026 ഉദ്ഘാടനം സ്കൂൾ മാനേജർ CN രാധാകൃഷ്ണൻ നിർവഹിച്ചു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ PS ജയരാജ് അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പാൾ MS പ്രീതി, ഹെഡ്മാസ്റ്റർ CK ബിജു, PTA പ്രസിഡന്റ് KB സുഭാഷ്, കരിയർ ഗൈഡൻസ് പ്രോഗ്രാം കോർഡിനേറ്റർ പ്രമോദ് മല്യങ്കര, ബിജു വിജയൻ, PK സൂരജ് എന്നിവർ പ്രസംഗിച്ചു. കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് പ്രോഗ്രാം കോർഡിനേറ്റർ പ്രമോദ് മല്യങ്കരയും +1 ഏകജാലക ക്ലാസ്സിന് ബിജു വിജയനും നേതൃത്വം നൽകി. കുറഞ്ഞുപോയില്ല എന്നുള്ളൊരു ഒരു കാരണവശാലും ഉണ്ടാവരുത്. പിന്നെ ഒരു കാരണവശാലും ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ കൂട്ടുകാരായിരിക്കരുത്. നിങ്ങൾ ഏത് വിഷയം പഠിക്കേണ്ടത്, ഏത് സ്കൂളിൽ പഠിക്കേണ്ടതെന്നുള്ളത് ഇപ്പോഴേ തന്നെ ചിന്തിക്കണം. നിങ്ങളുടെ മാതാപിതാക്കളാണ് ഇത് ചിന്തിക്കേണ്ടത്. 50% മാതാപിതാക്കളും 50% കുട്ടികളും ചേർന്നിരുന്നുകൊണ്ട് കുട്ടികളുടെ താല്പര്യത്തിന് മുൻഗണന നൽകിക്കൊണ്ടായിരിക്കണം അടുത്ത ഇനിയുള്ള ആ +1 തുടങ്ങിയുള്ള പഠനത്തിന് ചെയ്യേണ്ടത്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ജീവിതത്തിൻ്റെ കുട്ടികളുടെ പഠനകാലത്ത് ഏറ്റവും വലിയൊരു അതിൽ ക്രിട്ടിക്കൽ ടൈമാണ് 10th. അപ്പോൾ പലർക്കും ചിലപ്പോൾ അബദ്ധവശാൽ ആ ഗ്രേഡ് കുറഞ്ഞു ഉണ്ടാവും. പക്ഷെ കുറഞ്ഞു പോയി വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും പരിഭവപ്പെടാനില്ല, ദുഃഖിക്കാനില്ല. ഈ കുറവ് നമ്മുടെ മാസം നേരത്തെ സാറ് പറഞ്ഞതുപോലെ കനത്ത ശമ്പളം ബാങ്ക് അക്കൗണ്ടിൽ വീഴുന്നവർ, അവരുടെ കുട്ടിയുടെ പ്രശ്നം എന്താണ്, അവരുടെ കുട്ടിക്ക് എന്തുകൊണ്ട് പഠിക്കാൻ സാധിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അവന് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ പഠിക്കാൻ സാധിക്കും. തൊട്ടപ്പുറത്തെ ബാക്കിലിരിക്കുന്ന കുട്ടികൾക്ക് 10 സ്റ്റെപ്പ് പുറകിലിരിക്കുന്ന കുട്ടിക്ക് അവന് പഠിക്കാൻ ചിലപ്പോൾ ഇരുന്ന് വായിക്കാൻ ഒരു മേശയില്ലാത്തതായിരിക്കും അവൻ്റെ വീട്ടിലെ പ്രശ്നം. ഏറ്റവും പുറകിലിരിക്കുന്നവർക്ക് പ്രശ്നം അവന് കിടക്കാനായിട്ടൊരു വീടില്ലാത്തതായിരിക്കും, അല്ലേ? അങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുമ്പോൾ ആ കുട്ടികളുടെ മനസ്സ് പറയണം എനിക്ക് ഈ വരുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ദിവസങ്ങളിലുമായിട്ട് നമ്മുടെ എല്ലാ സ്കൂളുകളിലും സർക്കാരിൻ്റെ ഈ പ്രോഗ്രാം നടക്കുകയാണ്. SSLC പാസ്സായ എല്ലാ കുട്ടികൾക്കും കൃത്യമായ ദിശാബോധം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ക്ലാസ്. എങ്ങനെയാണ് +1 അവൻ അഡ്മിഷൻ നേടേണ്ടത്, ഈ 10 കഴിഞ്ഞാൽ എന്തെല്ലാമാണ് കോഴ്സുകൾ, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. കൊമേഴ്സ് സാറേ എനിക്ക് പൈലറ്റ് ആവണമെന്ന് ആഗ്രഹമായിരുന്നു. സാറേ എനിക്ക് പൈലറ്റ് ആകാനായിരുന്നു ആഗ്രഹം. ഞാൻ കൊമേഴ്സ് എടുത്തു പോയി. പൈലറ്റ് ആവാൻ പറ്റുമോ? അല്ലയോ കൊമേഴ്സുകാരെ, നിങ്ങൾക്ക് പൈലറ്റ് ആവാൻ പറ്റുമോ? പറ്റും. അതാണ് നമ്മൾ അറിയാൻ. ആരുടെ എല്ലാം വീടുകളിൽ കേക്ക് മുറിച്ച് ആരുടെയൊക്കെ വീട്ടിൽ കേക്ക് മുറിച്ച് ആൾക്കാർ കയ്യൊന്ന് പൊക്കാമോ? ആരുടെ വീട്ടിലും കേക്ക് മുറിച്ചില്ല. 2ാമത്തെ ഞായർ മാതൃദിനമായിരുന്നില്ലേ? നമ്മളെ ആബ്സെന്റ് ആയ കുട്ടിയുടെ സ്കോർ എന്നെ നോക്കിയപ്പോൾ 2A+ ഉണ്ട്, 2C+ ഉണ്ട്. അങ്ങനെ ഒരു മോശം കുട്ടി ആയിരുന്നില്ല. അതിന്റെ അമ്പരിപ്പിക്കുന്ന പണിക്കൂലി നിങ്ങളെ വേദനിപ്പിക്കുന്നുവോ? 916 BAS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ്. 30 വർഷത്തെ വിശ്വസ്തത, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, എല്ലാത്തരം ആഭരണങ്ങൾക്കും ഒരേ പണിക്കൂലി മാത്രം. ഇനി മുതൽ സാധാരണക്കാർക്കും സ്വർണം വാങ്ങാം. 916 BAS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ്. കഴിഞ്ഞ 30 വർഷമായി സാധാരണക്കാർക്ക് ആശ്രയമായി സാധാരണക്കാർ നടത്തുന്ന സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ്. എല്ലാത്തരം ആഭരണങ്ങളും ഒരേ പണിക്കൂലിയിൽ. 30 വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് ഗോൾഡ്, പടിഞ്ഞാറേനട ശ്രീകുമാര സമാജം ബിൽഡിംഗിന് സമീപം, കൊടുങ്ങല്ലൂർ. കൂടാതെ വിപുലമായ കളക്ഷനോടുകൂടിയ ഞങ്ങളുടെ സഹോദര സ്ഥാപനം വടക്കേനടയിൽ കൽപ്പക വെഡ്ഡിംഗ്സിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഏവർക്കും ഹൃദയപൂർവ്വം